നിങ്ങളാരെങ്കിലും ലീന മെദീനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കുറച്ച് പേര് വിശ്വസിക്കില്ല, കുറച്ച് പേര് വിശ്വസിക്കുമായിരിക്കും, കുറച്ച് പേര് ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ പോകും, ഉറപ്പ്. ലോകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ ഒരു 6 വയസ്സുകാരി, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വയസ്സും 7 മാസവും പ്രായം ഉള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിച്ചില്ല. 6 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുടെ വയറ് വീർത്ത് വരുമ്പോൾ പൊതുവായിട്ട് ഏത് പാരൻസും വിശ്വസിക്കുക എന്തോ രോഗമാണെന്നായിരുന്നു. ഇത് 1939 കഥയാണ്. അങ്ങനെ അവർ ഇതിനെക്കുറിച്ച് അറിയാനും ചികിത്സ തേടാനുമായി ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുത്തെ ഡോക്ടറാണ് ഈ കുട്ടി 7 മാസം പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചത്. 6 വയസ്സ് മാത്രമുള്ള 7 മാസം പ്രഗ്നൻ്റായ പെൺകുട്ടി. ഇതിൻ്റെ ഭയാനകത കിടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടതിലാണ്. അതായത് അബ്യൂസ് ചെയ്ത വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും 6 വയസ്സുള്ളൊരു പെൺകുട്ടി എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആവുമെന്നുള്ളത്. അങ്ങനെ ഈ കുട്ടി 1939 ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അപ്പോൾ 5 വയസ്സ് മാത്രം വ്യത്യാസമുള്ള അമ്മയും മകനും. ആ കുഞ്ഞ് വലുതായി 42 വയസ്സ് വരെ ജീവിച്ച് പിന്നെ ബോൺ ക്യാൻസറായിട്ട് മരിച്ചു പോവാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ലീന മെദീന എന്ന പെൺകുട്ടി വയസ്സായി ഇപ്പം മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഡേറ്റ അവൈലബിൾ അല്ല. പറഞ്ഞു വന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നും കുടുംബങ്ങളിൽ സേഫ് അല്ല. അതിനിപ്പോൾ ജെൻഡറും ഇല്ല, ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല. അപ്പം നമ്മളൊരു പൗരനെ വാർത്തെടുക്കുമ്പോൾ, ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പം നമ്മളതിനെ ബെസ്റ്റായിട്ട് വേണം സമൂഹത്തിലേക്ക് ഇറക്കാൻ. അവരുടെ മൈൻഡിന് ഒരു ചെറിയ പ്രശ്നം പറ്റിയാണ് അത് ട്രോമറ്റൈസ്ഡ് ആകും. അത് അവനിലെ സ്വഭാവ രൂപീകരണത്തെ കൂടുതലായിട്ട് ബാധിക്കും. എങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് സമൂഹത്തിലേക്ക് എത്തുക എന്ന് പറയാൻ പറ്റില്ല. അത് ആ കുഞ്ഞിൻ്റെ തെറ്റല്ല, സംരക്ഷിക്കേണ്ടവരുടെ തെറ്റാണ്. പണ്ട് കാലത്ത് ഈ സോഷ്യൽ മീഡിയ, പത്രം ഇതിൻ്റെ ഒന്നും ആധിക്യം ഇല്ലായിരുന്ന കാലത്തൊക്കെ ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് ഇത് എവിടെ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നോ, ഇത് കംപ്ലൈൻറ്റ് ചെയ്താൽ അവർക്ക് ജസ്റ്റിസ് കിട്ടുമെന്നോ ഉള്ളതൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല. ജസ്റ്റിസ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ് അന്നത്തെ കാലത്ത് കൂടുതൽ. പലതും മൂടി വെക്കപ്പെടും. അപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ ഇത് അനുഭവിച്ച ആൾക്കാരുണ്ടാവും. നമ്മൾ കുറച്ച് പേരൊക്കെ പ്രിവിലേജ്ഡാണ്, നമ്മുടെയൊക്കെ പാരൻസ് നല്ല സപ്പോർട്ടീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ആണെന്ന് വെച്ചാലും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഇന്ന് പുറം ലോകം അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി, നമ്മുടെ മാധ്യമങ്ങൾ വഴി, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ജസ്റ്റിസ് സിസ്റ്റം വഴി എല്ലാം കുട്ടികൾക്ക് നീതി നടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉണ്ടായിരുന്നു അന്നും, ഇപ്പോഴും ഉണ്ട്. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി പാരൻസിനും സമൂഹത്തിനും അധ്യാപകർക്കും തന്നെയാണ്. കാരണം 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ പ്രായപൂർത്തിയാകുന്നിടം വരെ. അപ്പം അങ്ങനെ ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്നതിൽ, അതായത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിൽ അതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് പാരൻസിനും സൊസൈറ്റിക്കും അതുപോലെ അധ്യാപകർക്കും ഈക്വൽ റോൾസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. പറഞ്ഞു വന്നത് ലീന മെദീനെക്കുറിച്ചാണ്. ആ കുട്ടിയോട് ഇതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടിക്ക് കൃത്യമായിട്ടൊരു പേര് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതും പേടിപ്പിക്കുന്നതാണ്. കാരണം കൃത്യമായിട്ട് ആ കുട്ടിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടി 2-3 പേരുടെ പേര് പറയാൻ സാധ്യതയുണ്ട്. അതിനർത്ഥം കുട്ടി നിരന്തരമായി അബ്യൂസ് പലരിൽ നിന്നും നേരിട്ടിട്ടുണ്ടാവണം. അവസാനം പോലീസ് അച്ഛനെയാണ് അറസ്റ്റ് ചെയ്തത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പിന്നീട് അദ്ദേഹത്തെ തെളിവുകൾ ഇല്ല എന്നും പറഞ്ഞ് കോടതി വെറുതെ വിടുകയായിരുന്നു ചെയ്തത്. പിന്നീട് ആ കുട്ടി വലുതായി വേറെ മറ്റൊരു വിവാഹം കഴിച്ച് വേറൊരു കുട്ടിയൊക്കെ ഉണ്ടായി. ഈ കുട്ടി പ്രസവിച്ച കുഞ്ഞ് കൂടെയുള്ളത് സഹോദരിയല്ല, സ്വന്തം അമ്മയാണെന്ന് മനസ്സിലാക്കിയത് 10 വയസ്സായി കഴിഞ്ഞ ശേഷമാണ്. ഇപ്പോൾ ലോകത്തിന് തന്നെ ഭയങ്കര അത്ഭുതമായിട്ടൊരു കേസാണ്. അപ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റ് ആയില്ലായിരുന്നുവെങ്കിൽ ആ കുട്ടി അബ്യൂസ്ഡ് ആയിട്ടുള്ള വിവരം ആരും അറിയില്ലായിരുന്നു, പുറം ലോകം അറിയില്ലായിരുന്നു. ആ കുട്ടി വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ആയി തീർന്നേനെ. ഒരു സാമൂഹ്യ വിരുദ്ധിയോ അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ ഒരു ഉപദ്രവകാരിയോ ഒക്കെ ആയി മാറുമായിരുന്നു. പക്ഷെ ആ കുട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞു. ഇങ്ങനെയൊക്കെ ഓരോ കുടുംബങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം വളരെ പരസ്യമായി തന്നെ ലോകം അറിഞ്ഞു. ഈ ലോകത്ത് ഇനി ഒരു ലീന മെദീനമാരും ഉണ്ടാവാതിരിക്കട്ടെ. ഈ തോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഗിവ് എ ലൈക്ക്. താങ്ക് യു.